ബന്ധുനിയമന വിവാദത്തിൽ പ്രതികരിച്ച് സണ്ണി ജോസഫ്. ബെന്നി ജോസഫിന് നിയമനം നൽകിയത് മികച്ച പൊതുപ്രവർത്തകനായതുകൊണ്ടാണെന്നും നിയമനത്തിൽ വേറൊരു ലക്ഷ്യവുമില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായാണ് സണ്ണി ജോസഫ് നിയമിച്ചത്. ബ്രദർലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജന്റായിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് 1-2 ആളുകൾ ചോദിച്ചു, വേറെ എവിടെയെങ്കിലും നിയമിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു. അത്തരത്തിലുള്ള കാപട്യത്തിന് ഞാൻ നിന്നിട്ടില്ല. വന്നവരെയൊക്കെ എൻ്റെ സഹോദരി ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമനം നടത്തിയത്. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, വലിയ തരത്തിൽ വിമർശനവും വിവാദവും ഒക്കെ ആവുന്ന വിഷയം, അതിനെയാണ് ഇപ്പോൾ മന്ത്രി ഇത്തരത്തിൽ ന്യായീകരിക്കുന്നത്. ഒരു മികച്ച പൊതുപ്രവർത്തകനാണ്, അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യമുണ്ട് എന്ന് തന്നെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ് മന്ത്രി, അല്ലേ? സ്വാതി, മുൻപ് പലതവണ മന്ത്രിയോട് ഇക്കാര്യം ചോദിച്ചതാണ്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ആദ്യമായാണ് ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അദ്ദേഹം പറയുന്നത് അവിടെ സഹോദരി ഭർത്താവ് എന്ന പരിഗണന അല്ല നൽകിയത്. ദീർഘകാലത്തെ അദ്ദേഹത്തിന് കോൺഗ്രസ് പാരമ്പര്യമുണ്ട്. നിലവിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് മുതൽ പ്രവർത്തിച്ചു വരുന്ന നേതാവാണ് അദ്ദേഹം. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ കണ്ണൂർ DCC ആണ് അദ്ദേഹത്തെ നിർദ്ദേശിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തെ ആ രീതിയിൽ നിയമിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രകാരം മറ്റൊരു വകുപ്പിൽ നിയമിച്ച് പിന്നീട് ഇങ്ങോട്ട് മാറ്റിയാൽ പോരെന്ന ചോദ്യം പലരും ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത്തരം കാപട്യങ്ങൾക്ക് മുതിരുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നതും പറയുന്നതും. നിലവിൽ DCC പ്രസിഡന്റ് ഇക്കാര്യം വിശദീകരിച്ചതാണ്. മാർട്ടിൻ ജോർജ് പറഞ്ഞ ഒരു കാര്യം ഈ രീതിയിൽ തന്നെയാണ്, സണ്ണി ജോസഫ് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് ഉളിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അവിടെ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ച ആളാണ്. സേവാദളിനെ നയിച്ച ആളാണ്. മലയോര മേഖലയായ ഇരിക്കൂറിൽ സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. അങ്ങനെ അതിന് യോഗ്യനായത് കണ്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത്. അല്ലെങ്കിൽ അത് ബന്ധു നിയമനമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവിടെ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം, സഹോദരി ഭർത്താവാണ്, ബന്ധുവാണ്, അടുത്ത അഡീഷണൽ PS ആയിട്ടാണ് ആ നിയമനം നൽകിയിട്ടുള്ളത്. നിലവിലത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇങ്ങനെ ന്യായീകരണം നടത്തുമ്പോഴും അതിനെ പരസ്യമായി എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സ്വാതി. ശരി ബിനിൽ.